സമയം കഴിഞ്ഞ് ആനയുടെ അച്ഛൻ റോബർട്ട് വീട്ടിലെത്തി. അയാളിപ്പോൾ സുന്ദരനും ആരോഗ്യവാനുമാണ്. ഇപ്പോൾ തിരിച്ചു പോകാൻ ആനയ്ക്കൊരു വീടില്ലാത്തതിനാൽ ആന ഇവരുടെ കൂടെ താമസിക്കുന്നു. റോബർട്ടിനൊരു യാത്രയുള്ളതിനാൽ പ്രഗ്നന്റായ അലീഷയെ ടേക്ക് കെയർ ചെയ്യാൻ ആനയെ ഏൽപ്പിക്കുന്നു. ആനയ്ക്ക് അവളുടെ അമ്മയുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവർ സിറ്റി മൊത്തം കറങ്ങിയതിനു ശേഷം ഒരു ഹോട്ടലിൽ തങ്ങുന്നു. ആന തന്റെ സ്വിമ്മിംഗ് അലീഷയ്ക്ക് കാണിച്ചു കൊടുത്തു. അലീഷ ആനയുടെ കൂടെ സ്വിമ്മിങ്ങിന് ജോയിൻ ചെയ്തപ്പോൾ ആന തന്റെ സ്വന്തം അനക്കങ്ങൾ അലീഷയുടെ വയറിൽ ചെവി വെച്ച് കേൾക്കുന്നു. അലീഷയ്ക്ക് ബ്ലീഡിംഗ് വന്നതിനാൽ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുകയും അലീഷയുടെ രോഗവിവരം അറിയുകയും ചെയ്യുന്നു. റോബർട്ട് തിരിച്ചു വന്നപ്പോൾ അലീഷ തന്റെ രോഗവിവരം അയാളെ അറിയിച്ചു. അവർ പല ഡോക്ടേഴ്സിനെയും പോയി കാണുന്നു. റോബർട്ടിന് അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. ആനയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കാലം അത്രയും അച്ഛനാണ് ഒത്തിരി സഹിച്ചിട്ടുള്ളതെന്ന്. ആന തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ സമാധാനിപ്പിക്കുകയും സ്ട്രോങ് ആകണമെന്നും പറഞ്ഞു. പിറ്റേന്ന് മുതൽ